ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഇന്ന് 12-ാം ദിവസത്തെ പാരായണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അധ്യാത്മരാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ലക്ഷ്മണോപദേശം. പഞ്ചവടിയിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ രാമലക്ഷ്മണന്മാരും സീതാദേവിയും കാനനവാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ചെലവഴിക്കുന്നത് ഇവിടെ വെച്ചാണല്ലോ. അവിടെയാണ് രാമൻ ലോകതത്വം സഹോദരനായ ലക്ഷ്മണനെ പഠിപ്പിക്കുന്നത്. ലക്ഷ്മണനൊരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിലതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ. മായയാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം, മായയ്ക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറികതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും. ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഘാദിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും. ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതയാണെന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുഖണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാത്തതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട. ജീവിതത്തിൻ്റെ സത്യത്തെക്കുറിച്ച്, ജീവിതമാകുന്ന സത്യത്തെക്കുറിച്ച് പറയുമ്പോഴും അധ്യാത്മജ്ഞാനം പറയുന്നത് ഈ ജീവിതം തന്നെ നമുക്കുണ്ടെന്ന ഒരു തോന്നലാണ്. കണ്ണിൽ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമല്ല, ഇത് മായയുടെ ചില കളികളാണ്. സത്യം ജഗത്തിൽ ഒന്നു മാത്രമേ ഉള്ളൂ. അത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമേറിയ കാര്യം. അതുകൊണ്ട് ഈ മനസ്സിൻ്റെ മായ മാറ്റിയെടുക്കാനുള്ള ഉപദേശമാണ് രാമൻ ആദ്യം ലക്ഷ്മണന് നൽകുന്നത്. ജന്മസംസാരവൃക്ഷമൂലമായതു ദേഹം, തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം, ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ. ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം.
ഈ കാണുന്ന പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ മനസ്സ്, ബോധം, ഇതെല്ലാം മായയുടെ സൃഷ്ടി തന്നെയാണ്. ശരീരത്തിന് ക്ഷേത്രമെന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. അത് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതയെന്ന്. ഈ ശരീരത്തിനെ നാം വിളിക്കുന്നതും ക്ഷേത്രമെന്നാണ്. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം, എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതു മോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല, രണ്ടും ഒന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ. മാനവും ഡംഭം ഹിംസാവക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചന ദേഹങ്ങൾ അടക്കിത്തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജനാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയൊടും സർവാത്മാവാകും എങ്കലുറച്ച മനസ്സൊടും സർവദാ രാമ രാമേത്യമിത ജപത്തൊടും പുത്രധാരാർത്ഥാദിഷു സ്നേഹത്വവും ചെയ്തു ശക്തിയുമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാനതൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങളേതുമേയുണ്ടാകില്ല. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി തന്നെ രാമൻ ലക്ഷ്മണന് മുന്നിൽ വയ്ക്കുന്നുണ്ട്. മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് വിഷയങ്ങളുടെ പിറകെ മനസ്സ് കൊണ്ട് സഞ്ചരിക്കാതെ ഏറ്റവും ശുദ്ധമായ ഭാവത്തോടെ ഇഷ്ടങ്ങളിലും അനിഷ്ടങ്ങളിലും ഒരേ ബോധത്തെ കൊണ്ടുവന്നുകൊണ്ട് ജീവിക്കാൻ, സ്ഥിതപ്രജ്ഞനായി ജീവിക്കാനുള്ള ഉപദേശമാണ് രാമൻ ലക്ഷ്മണന് കൊടുക്കുന്നത്. നേത്രമുണ്ടെന്നാലും കാൺമതിനുണ്ടു പണി, രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാവിതൗവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ. മൽഭക്തന്മാരോടുള്ള അനിത്യസംഗമവും മൽഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സാധിച്ചുകൊള്ളുകയുമത പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണാം കൊടുക്കയുമത മൽകഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ലുത്തമോത്തമന്മാരായി ഉള്ളവർ അവരല്ലോ. എങ്ങനെയാണ് മനസ്സിൽ ഭക്തി വികസിപ്പിച്ചെടുക്കേണ്ടുന്നത് എന്ന് രാമൻ പറയുകയാണ് ലക്ഷ്മണനോട്. പൂജനവും വന്ദനവും ദാസ്യഭാവവും ഇങ്ങനെയൊക്കെയുണ്ടല്ലോ നവവിധ ഭക്തി. ആ നവവിധ ഭക്തിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുക, മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക, ഒന്നിനു പിറകെയും വിഷയങ്ങളുടെ പിറകെയും മനസ്സോടാതെ ഇരിക്കുക എന്ന ഉപദേശങ്ങളൊക്കെ രാമൻ ലക്ഷ്മണന് നൽകുകയാണ്. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരം ഇരുന്നിടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടീഭൂതലെ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ. കാമിനി വിമോഹിനി
പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പുക്കൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനവ ഭവസമം മാധവം മധുഹരം. ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ടു മീനകേതന ബാണപീഡിതയായ ആളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോടു മന്ദമായുര ചെയ്താൾ. ആരിടോ ഭവാൻ ചൊല്ലീടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട്, നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാനാഖ്യയാ ശൂർപ്പണഖ കാമരൂപിണിയാണല്ലോ. ഖരദൂഷണ ത്രിശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞീലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. രാമലക്ഷ്മണന്മാരുടെ സമീപത്തേക്ക് ശൂർപ്പണഖ കടന്നു വരികയാണ്. ഇത് രാമായണത്തിൻ്റെ ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് കാരണമായി വരികയാണ്. രാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും അരികിലേക്ക് വന്ന ശൂർപ്പണഖ കാമത്തിൻ്റെ പ്രതീകമാണ്. കാമവും രാമനും ഒരിടത്ത് വാഴില്ല. രാമനുള്ളിടത്ത് കാമമില്ല, കാമമുള്ളിടത്ത് രാമനുമില്ല. അതുകൊണ്ട് സംഘർഷം അത് അനിവാര്യം തന്നെയാണ്. നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടുകൂടെ പൊന്നുരമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോടുര ചെയ്തിടിനാൻ. ഞാനിഹ തപോധനവേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകുമിവളെ, ഇവൾ എന്നുടെ പത്നിയല്ലോ. മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും സാപത്യോത്മവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം. താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. സാപത്യോദ്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം. താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ. ലക്ഷ്മീ ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ. സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവനെടോ. ശൂർപ്പണഖ കല്യാണത്തിനായുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ, എന്നെ വിവാഹം ചെയ്യണം എന്ന ആഗ്രഹം രാമന് മുന്നിൽ വെച്ചപ്പോൾ രാമനത് സ്നേഹത്തോടെ നിരസിച്ചു. ആ കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം, ത്രേതായുഗത്തിൽ ഒരാൾക്ക് അനവധി ഭാര്യമാർ ഉണ്ടാകാമെന്നിരിക്കെ രാമൻ്റെ അച്ഛനായ ദശരഥന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോഴും രാമൻ മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും പരിഷ്കാരത്തിൻ്റെ പ്രതീകമായ ഏകപത്നി വ്രതമാണ്. രാമൻ പറഞ്ഞു, ഒരുത്തനായാൽ ഒരുത്തി വേണം, അതെനിക്കുണ്ട്. എന്നാൽ ഒരു കളിതമാശ എന്ന രീതിയിൽ പിന്നീട് രാമൻ ചെയ്യുന്ന കാര്യം, ലക്ഷ്മണന് ഭാര്യയില്ല, നീയാണെങ്കിൽ അതിസുന്ദരിയാണ്, നമ്മൾ തമ്മിലുള്ളതിനേക്കാൾ ചേർച്ച നീയും ലക്ഷ്മണനും തമ്മിലാണ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. വെറുതെ ആയാലും ജീവിതത്തിൽ അസത്യം പറയുകയോ തെറ്റായ കാര്യങ്ങൾ തമാശയ്ക്ക് പോലും ചെയ്യുകയോ ചെയ്താൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു യുക്തി രാമായണം ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇനി രാമൻ നേരിടാൻ പോകുന്ന കഷ്ടതകൾക്ക് കാരണം ഈ ഒരു തമാശ തന്നെയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല.
മംഗലശീലൻ അനുരൂപൻ എത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകുന്നതു തന്നെ. ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൻ എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ, ധന്യേ നീ ദാസിയാവാൻ തക്കവൾ അല്ലയല്ലോ എന്നു നീ ചെല്ലീട് അഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോടു ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു, നിനക്കൊന്നുകൊണ്ടും ഒരു സങ്കടമുണ്ടായി വരാമന്നവ. ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാരദം. കാമം തന്നെ, കാമത്തിൻ്റെ പ്രതീകമാണ് ശൂർപ്പണഖ. ശൂർപ്പണഖ പറയുന്നു അത് തന്നെ. ഒരാളല്ലെങ്കിൽ അടുത്തൊരാൾ, രാമൻ അല്ലെങ്കിൽ ലക്ഷ്മണൻ, ലക്ഷ്മണൻ അല്ലെങ്കിൽ രാമൻ. അതിനുശേഷം പറയുന്നതോ നമുക്ക് വിവാഹം ചെയ്ത് സന്തോഷത്തോടെ എല്ലാ ഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് കാനന ദേശങ്ങളിലൂടെ ഇങ്ങനെ നടകൊള്ളാം. അതുകൊണ്ട് രാമ നീ എന്നെ പത്നിയായി സ്വീകരിക്കണമെന്നാണ്. ഒരുത്തനായാൽ അവൻ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കും നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവൻ, ഇല്ല സംശയമേതും. തെരിക്കന്നേരം കളഞ്ഞിടാതെ ചെയ്യുക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനടോ. തെരിക്കെന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനെടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സൊടും ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്ത് കുമാരനും എന്നോടിത്തരം പറഞ്ഞിടൊല്ല വെറുതെ നീ. നിന്നിലേതും ഒരു കാംക്ഷയെന്നറിക നീ, മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും. പിന്നെയും അതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജന ശൈലം പോലെ കായാകാരവും ഘോരദ്രംഷ്ടയും കൈക്കൊണ്ടേറ്റം കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടിച്ചെന്നു വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലമുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു. നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരും അരുവിയാറുപോലെ ചോരയും ഒലിപ്പിച്ച കാളരാത്രിയെപ്പോലെ ഘോരയം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. അങ്ങനെ ആ കാമത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടുപോയ ശൂർപ്പണഖ ആ ഭ്രമം കൊണ്ട് രാമലക്ഷ്മണന്മാരുടെ സമീപത്ത് ചെന്ന് പ്രണയാഭ്യർത്ഥന നടത്തുകയും ഒടുവിൽ ശിക്ഷയ്ക്ക് വിധേയാവുകയും ചെയ്യും. കാമത്തിൻ്റെ പരിണതഫലം സംശയമില്ല ശിക്ഷ തന്നെയാണ്. ധാർമ്മികമല്ലാത്ത എല്ലാ കാമങ്ങളും ഒടുവിൽ ശിക്ഷയ്ക്ക് വിധേയമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാക്ഷസപ്രവരനായിടിന ഖരൻ മുന്നിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാശുഖരൻ. മൃത്യുതൻ വക്ത്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നെന്നോടെത്രയും വിരയേ നീ. വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതം ആർത്തി പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാർ ഇരുവരുണ്ടുത്തമ ഗുണവാന്മാർ എത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടുകൂടെ സീത എന്നവൾക്കു പേർ.
അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുചാദികളെല്ലാം. ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു, ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിലിച്ഛ വന്നിടും മമ, നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നു മൽഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു 14 പേർ പോക നിങ്ങൾ. ജ്യേഷ്ഠനായ ഖരൻ്റെ സമീപത്ത് ചെന്ന് നിന്ന് കരഞ്ഞ് തൻ്റെ ദുഃഖം പറയുകയാണ് ശൂർപ്പണഖ. രാമലക്ഷ്മണന്മാരെ ശിക്ഷിക്കാനായി 14 പേരെ ആദ്യം തന്നെ യുദ്ധത്തിന് അയക്കുകയാണ് ഖരൻ. നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിയിടെന്നാൽ ഇവരാകൂതം വരുത്തിയിടും നിനക്കുമടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ ഖരനേറ്റമുന്നതന്മാരാം 14 രാക്ഷസരെയും. ശൂലമുദ്ഗര മുസലാദി ചാപേഷു ഭിണ്ടിപാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം. ബദ്ധവൈരേണ 14 ഒരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. മിത്ര ഗോത്രോത്ഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഘം വരും നേരം. പ്രത്യേകമോരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ. ശൂർപ്പണഖയും അതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ. എങ്ങുപോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊല്ലി. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ. രാമൻ്റെ മുന്നിൽ ചെന്ന് നിന്നാൽ പിന്നെ രക്ഷയുണ്ടോ? രാമബാണങ്ങൾ കൊണ്ടാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത വിധം അവർ യാത്രയാവും. അങ്ങനെ അവരൊക്കെ കാലപുരിയിലേക്ക് പോയി എന്ന് ഖരനോട് ശൂർപ്പണഖ മറുപടി പറയുകയാണ്. പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണനും അനുജൻ ത്രിശിരസ്സും ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം. ശൂരനാം ത്രിശിരസ്സും പടയും പുറപ്പെട്ടു, വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്തുഴറ്റോടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോടു ചൊന്നാൻ. ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തൊരു ഘോഷമിതു, നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം. ഘോരമായിരിപ്പോരു യുദ്ധവുമിണ്ടാമിപ്പോൾ, ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാൻ ഒരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ, മനസ്സേ നിനക്കു സന്ദേഹമുണ്ടായിടലാ. രാമൻ പറയാണ്, 14,000 ആളുകളെ വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നേരിടും. നിനക്കും സീതയ്ക്കും യാതൊരു അത്യാഹിതവും വന്നുകൂടാ. അതുകൊണ്ട് നീ പോയി ഒരു ഗുഹയിൽ ഒളിച്ചു നിൽക്കണം എന്ന് പറയാണ്. ചാപബാണങ്ങളെയും എടുത്തു പരികരം ആഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതു വേഗൽ പുഷ്കരനേത്രന്മേൽ. തൽക്ഷണം അവയെല്ലാം എയ്തു ഖണ്ഡിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തൂകി. നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം. ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു. തൂകിനാൻ ബാണഗണമവറ്റേ രഘുവരൻ വേഗേന ശരങ്ങളാൽ എൻ മണിപ്രായമാക്കി. 4 ബാണങ്ങളെയ്തു തുരകം 4-നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ. ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാടു
ശതഭാരായസ നിർമ്മിതമായ കെൽപ്പേറും പരിഘവും ധരിച്ചു വന്നാനവൻ തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി തൽപരിഘത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നവൻ ഉർവിയിൽ വീണു സമാവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണനും ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസ്സും രോഷേണ 3 ശരം കൊണ്ടു രാമനെ എയ്താൻ മൂന്നും ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ 3 മെയ്തുടൻ മുറിച്ചിടിനാൻ ത്രിശിരസ്സും 100 ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചവൻ അയുധം ബാണമെയ്താൻ അവനീപതി വീരൻ അവനും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പൂരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനൻ അന്നേരം ഖരൻ ആദിത്യാഭതേടിയിടും രഥം തന്നിലാം മാറുകരയേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിയിടിനാൻ ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി നിഷ്ഠുരതരമായ രാഘവ ശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശുഖരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നീടിനാനതു നേരം താപസദേവതാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ ജയിപ്പൂതാകരാമൻ ജയിപ്പൂതാകയെന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാർ തത്കാലേ കുംഭോദ്ഭവൻ തന്നെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യ വൈഷ്ണവജാപം കൈക്കൊണ്ടു നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സപ്പോൾ കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതിനായകൻ അടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാൻ ആശുഖരൻ തെറ്റൊന്നു പൊടിച്ചിതു രാഘവനതുമപ്പോൾ പിന്നെയും ഗദയുമായടുത്താൻ ആശുഖരൻ ഭിന്നമാക്കിയിടിനൻ വിശിഖങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ ഘോരമാം ആഗ്നേയാസ്ത്രമെയ്തെയ്തു രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം പിന്നെ കൗബേരമസ്ത്രമേതൈന്ദ്രാസ്ത്രം കൊണ്ടു തന്നെ മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീര്യൻ നൈരിതമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ ഗാന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷ്ണമാമൈഷീകാസ്ത്രമീതതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മുൻപാശൂഖരൻ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേന രാഘവനോടടുത്തിയിടുന്ന നേരം ഇന്ദ്രദൈവതമസ്ത്രം അയച്ചോരളവു ചെന്നിന്ദ്രാരി തലയറുത്തിയിടിനാൻ ജഗന്നാഥൻ. സാക്ഷാൽ നാരായണനായി അവിടെ അവതരിക്കുകയാണ് രാമൻ ഒരുപക്ഷെ രാമായണത്തിൽ വൈഷ്ണവരൂപം പൂണ്ട് വിഷ്ണു രൂപം പൂണ്ട് നിൽക്കുന്ന ഒരു അവസരമാണ് ഇവിടെ നാം കാണുന്നത്. ഒരുപക്ഷെ എല്ലാ മഹർഷിമാരും ആകാശത്ത് നിന്ന് രാമനെ നോക്കുമ്പോൾ കാണുന്നത് സാക്ഷാൽ നാരായണനെ തന്നെയാണ്. ഇന്ദ്രദൈവതം അസ്ത്രമയച്ചോരളൂചെന്നിന്ദ്രാരി തലയറുത്തിയിടിനാൻ ജഗന്നാഥൻ വീണിതു ലങ്കാനഗരോത്വരദ്വാരേ തല തൂണിപുക്കിതു വന്നു ബാണവുമതു നേരം കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. ഖരദൂഷണ ത്രിശിരക്കളാം നിശാചരർ അവരും 14,000 മരിച്ചിതു
നാഴിക 3:45 കൊണ്ടു രാഘവൻ തന്നാലൂഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും. മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം. ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരേവം അവരും അതുനേരം. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടുകൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമലോകാഭിരാമ സമസ്ത പാപഹരം സേവകാഭീഷ്ടപ്രദം. സമസ്തേശ്വരാദയാവാരിതേ രഘുപതേ രമിച്ചീടണം ചിത്തം ഭവതി രമാപതേ. ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ദേവവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂലഛേദന കുഠാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ. മഹാദേവനോടതു മൂലമോർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം. യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായ അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ. രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നീടുവൻ ഇല്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം. നിർണയം മഹാദേവനായതും രഘുപതി. നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര നമസ്തേ നരപദേ സമസ്തേശ്വരാ ഹരേ.